കൊച്ചിയിൽ ഇടപ്പള്ളിയിൽ വാഹനാപകടത്തിൽ 2 മരണം. ആലപ്പുഴ സ്വദേശികളായ ഹാരോൺ, മുനീർ എന്നിവരാണ് മരിച്ചത്. 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ രാത്രിയാണ് കാർ അപകടമുണ്ടായത്. സഹിൻ ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. സഹിൻ, ഏറെ ദാരുണമായിട്ടുള്ള സംഭവം, 2 പേരുടെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? സ്വാതി, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. ഈ കാണുന്ന സ്വിഫ്റ്റ് കാറാണ്. ഈ കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കാണാം, മെട്രോ പില്ലർ 450 തൊട്ടടുത്താണ്. അവിടെയാണ് അതിവേഗത്തിൽ വന്ന കാറ് ഇടിക്കുകയായിരുന്നു. ഇതിൽ 4 ചെറുപ്പക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം 20ഉം 25ഉം വയസ്സിന് മധ്യയുള്ള 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ ആലപ്പുഴയിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിവേഗത്തിൽ വന്ന് അവിടെ ഇടിച്ച കാറ് ഈ കാണുന്നത് പോലെ തന്നെ കാറിന്റെ ടയർ വരെ ഊരിപ്പോയിട്ടുണ്ട്. അത് അതിവേഗമായിരുന്നു. വേഗത കൂടുതലായതുകൊണ്ട് തന്നെയാണ് അപകടം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിൽ 4 പേരുണ്ടായിരുന്നു. 2 പേർ മരണപ്പെട്ടു. തൊട്ടടുത്തുള്ള MJ ആശുപത്രിയിലായിരുന്നു ആ 2 പേരെയും പ്രവേശിപ്പിച്ചിരുന്നത്. ആ 2 പേരും മരണപ്പെട്ടു. 2 പേർ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. സാറേ, ഇത് സംഭവിച്ചെന്താ മനസ്സിലാക്കുന്നത്? സംഭവിച്ചത് നമ്മൾ ഇന്ന് വെളുപ്പിന് സംഭവിച്ചതാണ്. അതിന് ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. ഈ വണ്ടി ഫുള്ള് ഓൾട്രേഷൻ ആണ്. ഓടിക്കാൻ ഒരു കണ്ടീഷനിലുള്ള വണ്ടിയല്ല. ഇതിന്റെ 4 ടയേഴ്സും മാറ്റി വേറെ ടയറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ സൈലൻസറൊക്കെ തീ കത്തുന്ന സൈലൻസർ എന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഓൾട്രേഷൻ ആണ്. പിന്നെ ഒരു സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കാനുള്ള പോസിബിലിറ്റി കുറവാണ്. സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നെങ്കിൽ എയർ ബാഗ് ഓപ്പറേഷനിലാകുമായിരുന്നു. അപ്പോൾ അതൊന്നും കാണുന്നില്ല. പിന്നെ അവർ മ്യൂസിക് സിസ്റ്റം ഒക്കെ വണ്ടിയിൽ ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് CCTV ദൃശ്യങ്ങൾ കൂടുതലായിട്ട് പരിശോധിച്ചാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. പ്രാഥമികമായിട്ട് ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വണ്ടി ഫുള്ള് ഓൾട്രേഷൻ ആണ്. ഇങ്ങനെ ഓൾട്ടർ ചെയ്ത വണ്ടികൾ 100% പരിചയസമ്പത്ത് കുറഞ്ഞ ആൾക്കാർ ഓടിക്കുകയാണെങ്കിൽ അപകടത്തിൽ പറ്റും. കാരണം ഇവർ ചെറുപ്പക്കാരാണ്. 20-21 വയസ്സുള്ള പ്രായമൊക്കെയുള്ള കുട്ടികളാണ് ഈ വണ്ടി ഓടിച്ചത്. അപ്പോൾ അവരുടെ യുവത്വത്തിന്റെ അമിത ആയിട്ടുള്ള ഒരു പ്രസരിപ്പ് ഈ അപകടത്തിന് വേഗത കൂടുതലായിരിക്കുന്നു എന്നാണ് അനുമാനിക്കുന്നത്. കണ്ട ആൾക്കാരൊക്കെ കുറച്ചുപേരൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ഇവർ വേഗത്തിലായിരുന്നു എന്ന് നമുക്ക് ഒരു ചെറിയ സൂചന കിട്ടിയിട്ടുണ്ട്. ഇനി ക്യാമറകൾ നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചു. സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്നാണ് ഈ വണ്ടി നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അതിന് ആധികാരികമായിട്ട് കൂടുതൽ എക്സ്പേർട്സ് അഭിപ്രായം പറയും. പക്ഷേ ഇപ്പം പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ അവർ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ മ്യൂസിക് സിസ്റ്റം ഒക്കെ അവർ ഉപയോഗിച്ച് വളരെ ഒരു യുവത്വത്തിന്റെ എല്ലാ ഇതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വരവായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ഫുൾ ഓൾട്രേഷൻ. അതറിയത്തില്ല നമുക്ക് ആദ്യം. ശരി സഹിൻ, എന്തായാലും കൊച്ചിയിൽ ഇടപ്പള്ളിയിലാണ് വാഹനാപകടത്തിൽ 2 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ്. കാറിന്റെ അമിത വേഗതയാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ളത് ആ രീതിയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സീറ്റ് ബെൽറ്റ് അടക്കം ധരിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നതടക്കം പറയുന്നു. ആ വിവരങ്ങളാണ് സഹിൻ ആന്റണി നൽകിയത്.